അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹൽവയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു 3-4 ഹൽവയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൽവ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ്. ഞാനിപ്പോൾ ഇവിടെ കണ്ടില്ല, ഈ ഒരു ചെറിയ തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി വലിയ തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പില്ലേ, അതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. 3/4 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ ഞാനൊരു 3 മണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്നതാണിത്. വെള്ളത്തിൽ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് കിട്ടണം. കാരണം നമുക്കിത് മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കേണ്ടതാണ്. 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കെടുക്കാം. അപ്പോൾ നല്ലപോലെ വെള്ളം എല്ലാം കളഞ്ഞെടുത്ത് ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളൊന്നും വരാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കുക. ഇങ്ങനെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നുറുക്ക് ഗോതമ്പ് നമ്മൾ നല്ല പോലെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ടെടുക്കണം. ഇതിന് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് കപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 3/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ വേണം ആദ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈവച്ച് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഞെരടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ടെടുക്കണം. ഇതിന് നമ്മൾ ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഹൽവ ചെയ്തപ്പം അരിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസുള്ള ഈ ഒരു ടൈപ്പ് അരിപ്പം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അരിപ്പയ്ക്ക് പകരമായിട്ട് നമ്മളൊരു നല്ല തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുത്താലും മതി. നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു 3 തവണ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ തന്നെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ ഒരു വേസ്റ്റായിട്ട് വരുന്നത് നമുക്കതങ്ങ് കളഞ്ഞേക്കാം, നമുക്കത് ആവശ്യമില്ല. രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ലാസ്റ്റായിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മളിതൊന്ന് 3ാമത് അരിച്ചെടുത്തപ്പോഴത്തേക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ ഒരു പാല് മാത്രമായിട്ട് ഞാനിവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്ര കപ്പ് പാലുണ്ടെന്ന്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 4 കപ്പ് പാല് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 2.5 അച്ച് ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ശർക്കരയും നമുക്കിവിടെ നല്ല പോലെ തന്നെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ശർക്കരയ്ക്കകത്ത് ചെറിയ ചെറിയ കരടുകൾ കാണും. അപ്പോൾ ആ കരടുകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഈ ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹൽവ ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. നല്ല അടി കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ പാത്രം, ഉരുളിയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറിയതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടാൻ തുടങ്ങും. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം.
ഇതിലൊക്കെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ഒരു ശർക്കര നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചതായതുകൊണ്ട് തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി മാത്രമായിട്ടാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 100 ഗ്രാമോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് അടുത്ത് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം നെയ്യിൽ കുറേശ്ശായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഒരു പാനിയിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ലപോലെ തന്നെ ഞാനിതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ഹൽവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പാനിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ പാനിൽ നിന്ന് പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹൽവ നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഏത് പാത്രത്തിലാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഏത് പാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയിലോ കുറച്ച് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹൽവയുടെ ചൂടൊക്കെ പോയതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാവുന്നതാണ്. ഒരു 1.5-2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ടിത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവ ഇപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൽവീനെ നിങ്ങളൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.